ഹായ് ഹലോ. ഇന്നേ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. ഇന്നല്ല, ശരിക്കും 20th ഇന്ന് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതേ ഉള്ളേ. നമ്മളങ്ങനെ ആനിവേഴ്സറിക്ക് ഫ്രണ്ട്സിനും കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇവരൊക്കെ നേരത്തെ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. എല്ലാവരുടെയും ബർത്ത്ഡേക്കും ആനിവേഴ്സറിക്കും ഒക്കെ ഞങ്ങൾ പോകുന്നതല്ലേ, അതുകൊണ്ട് ഇവർ വരുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ശരിക്കും ഞാൻ ഇവർ വന്നപ്പം ഭയങ്കരമായിട്ട് സർപ്രൈസായി എന്ന് തന്നെ പറയാം. കാരണം ഇവർ ഫുള്ള് ഡ്രസ്സൊക്കെ ഒരേപോലെ ഡ്രസ് കോഡൊക്കെ ആയിട്ട് ഇത്രയും പ്ലാൻ ചെയ്ത് ഇവർ വരുമെന്ന് ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നേ. ഇവർ വന്നപ്പം കേക്ക് ഓൾറെഡി ഞാൻ കണ്ടു, ബാക്കി സംഭവങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. പിന്നാണ് എന്നെ ശരിക്കും ഇവർ ഞെട്ടിച്ച് കളഞ്ഞത്. ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് 8 years ആയേ, 8 വർഷമായി. ഈ 8 വർഷത്തിനിടയ്ക്ക് ഞങ്ങൾ ഒരുമിച്ച് ഒരു ആനിവേഴ്സറിക്ക് ഉണ്ടാകുന്നത് ഫസ്റ്റ് ടൈമാണ്. പക്ഷേ ഞങ്ങളങ്ങനെ ഞങ്ങളുടെ മൈൻഡിൽ അങ്ങനെ വലുതായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം അങ്ങനെയുള്ള മൈൻഡൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു. പക്ഷേ ഇവർ ഇത് വന്ന് ഇത്രയും കളറാക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലേ. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഉമ്മാൻ്റെ വക പാട്ടൊക്കെ ഉണ്ടായിരുന്നേ, അടിപൊളിയായിട്ട് ഉമ്മ പാടുകയൊക്കെ ചെയ്തേ. ഇക്കു വരുമ്പം ഇങ്ങനൊരു സർപ്രൈസ് പുള്ളി ഒട്ടും വിചാരിച്ചിട്ടില്ലായിരുന്നു. ഇവിടെ എല്ലാവരും ഇവരൊക്കെ കാണും എന്ന് പുള്ളിക്ക് അറിയാമായിരുന്നു. പക്ഷേ ഇങ്ങനൊരു സർപ്രൈസ് ഇവർ തരുമെന്നും പുള്ളിയെ ശരിക്കും ഷോക്കാക്കുമെന്ന് പുള്ളി ഒട്ടും വിചാരിച്ചിട്ടില്ല. ഇവരുടെ ഈ പാട്ടൊക്കെ കേട്ടിട്ട് ശരിക്കും ഇക്കൂനിറങ്ങി ഓടിയാൽ കൊള്ളാമെന്ന് വരെ ഉണ്ടായിരുന്നേ. പക്ഷേ ഞങ്ങളുടെ കൂടെ ഫുൾ സപ്പോർട്ടായിട്ട് ആൾ നിന്നു. ഞാൻ അങ്ങനെ നിന്നപ്പോൾ ഉണ്ട് ഇവർ അതിനേക്കാളും വലിയ ഷോക്ക് തരുന്ന പോലായിരുന്നു. ഞങ്ങളെ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് പിടിച്ചിരുത്തിയിട്ട് ഞങ്ങൾ വിചാരിച്ചു ഇവർ ജസ്റ്റ് ഇങ്ങനെ എല്ലാവരും ഇത്രയും ഇതായിട്ട് നിൽക്കുമ്പം കേക്കൊക്കെ മുറിച്ച് അതായിരിക്കും ഇവരുടെ പ്ലാനെന്ന്. പക്ഷേ ഇവർ ഞങ്ങളെ പിടിച്ച് ഒന്നും കൂടി മാലയൊക്കെ ഇടിയിപ്പിച്ച് ഒരു കല്യാണവും കൂടി കഴിപ്പിച്ചു. അപ്പോഴേക്കും ഇക്കു എന്നെ ഒന്നുകൂടെ ഞെട്ടിച്ച്. പുള്ളി അന്നേരം തിരിച്ചുള്ള ഡയലോഗ് കൂടെ കേട്ടപ്പോഴത്തേക്ക് ശരിക്കും പുള്ളിയും അത് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. മാല ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേ വരുന്ന അടുത്ത ബൊക്ക. ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എന്തായാലും ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നി ഇവർ ഇങ്ങനെയൊക്കെ ചെയ്തപ്പം. ശരിക്കും നമ്മളോട് അത്രയും സ്നേഹമുള്ളതുകൊണ്ടല്ലേ അവരതൊക്കെ ചെയ്തേ. അപ്പോൾ അവർക്കൊപ്പം നമ്മൾ നിൽക്കണ്ടേ. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായിരുന്നു. എന്തായാലും ഇവർ ഈ മാലയും ബൊക്കയും ഈ സംഭവമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത എഫേർട്ടിന് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അവരൊക്കെ ഈ വീഡിയോ കാണും, അപ്പം അവരോട് ഞാൻ നന്ദി പറയണമല്ലോ. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഉണ്ട് കേട്ടോ.
ഇത്രയും കളറാക്കി തന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ടേ. ഇനി അടുത്തത് നമ്മുടെ കേക്ക് കട്ടിങ് ആണേ. കേക്കെല്ലാം അറേഞ്ച് ചെയ്തതും എല്ലാം ഇവർ തന്നെയാണ്. ഈ ഒരു സമയത്ത് ഞാൻ ശരിക്കും എൻ്റെ ഫാമിലിയെ ഞാൻ മിസ് ചെയ്തായിരുന്നേ. എൻ്റെ ഫാമിലി, എൻ്റെ ഇക്കുവിൻ്റെ ഫാമിലിയും എല്ലാം ഞാൻ മിസ് ചെയ്ത്. ആ ടൈമിൽ എപ്പോഴും എല്ലാ വർഷവും ഞങ്ങളുടെ ആനിവേഴ്സറിക്ക് കേക്കൊക്കെ മുറിക്കാറുണ്ട്. അപ്പം ആ ടൈമിലെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണ് കേക്ക് മുറിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടാവുന്നത് എൻ്റെ ഫാമിലിയും ഇക്കുവിൻ്റെ ഫാമിലിയുമാണ്. അപ്പം എൻ്റെ വാപ്പി, അമ്മ, പിന്നെ ഇത്തിയുടെ ഹസ്ബൻഡ്, അങ്ങനെ അവരെല്ലാവരും, പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ ഇക്കുവിൻ്റെ പെങ്ങൾ, അപ്പം എൻ്റെ നാത്തൂനും അവളുടെ ഹസ്ബൻഡ്, അണ്ണനും കുഞ്ഞും മാത്രമുള്ള ഒരു ഫങ്ഷനാണ് ഞങ്ങൾക്ക് ഇതുവരെ എനിക്കുണ്ടായിട്ടുള്ളൂ. ഇക്കുവിന് അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇത്രയും പേര് മാത്രമുള്ള ജസ്റ്റ് ഒരു ചെറിയ കേക്ക് കട്ടിങ് വീഡിയോ കോൾ ചെയ്ത് ഇക്കു ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒരു കേക്ക് കട്ടിങ് ഞങ്ങളുടെ ലൈഫിൽ ഈ 7 വർഷം ഉണ്ടായിട്ടുള്ളൂ. 8ാമത്തെ വർഷമാണ് ഫസ്റ്റ് ടൈം ഇങ്ങനൊരു ഇത് വന്നപ്പം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ഒരിതിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരുമിച്ച് കേക്ക് മുറിക്കാനൊക്കെ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അങ്ങനൊരു സാഹചര്യം ഒരുക്കി തന്ന ഇവരോടും എനിക്ക് ഒരുപാട്, എന്താ പറയുന്നത്, പറഞ്ഞാലും തീരാത്ത രീതിയിൽ എനിക്ക് അവരോട് ശരിക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കേക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ ആനിവേഴ്സറിക്ക് ഒരു സർപ്രൈസ് കേക്ക് വാങ്ങിയിരുന്നല്ലോ. അപ്പോൾ ആ സെയിം ഷോപ്പിൽ നിന്ന് തന്നെയാണ് ഇവർ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ കേക്കൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ്ങും പരിപാടികളും ഒക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് സ്ഥിരം കലാപരിപാടികൾ, പാട്ടും ഡാൻസും അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ തന്നെയായിരുന്നു. അങ്ങനെ നമ്മുടെ പിന്നെ പാട്ട് പാടണമല്ലോ, അത് നിർബന്ധമായ കാര്യമായതുകൊണ്ട് തന്നെ എന്നെക്കൊണ്ട് ഇവരെല്ലാവരും കൂടി പാട്ട് പാടിച്ചു. ഇക്കുവിനെ കുറേ നിർബന്ധിച്ച്. പുള്ളീനെ പാട്ട് പാടിയാൽ എല്ലാവരും ഇവിടുന്ന് പോകേണ്ടി വരും, ഓടേണ്ട ഒരവസ്ഥ വരും എന്നുള്ളത് കൊണ്ട് മാത്രം പുള്ളി ആ പാട്ട് പാടിയില്ല. പിന്നെ ഞാൻ തന്നെ ഇരുന്ന് പാടേണ്ടി വന്നു. എനിക്ക് പിന്നെ നാണമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിരുന്ന് പാടി. ഞാനിരുന്ന് പാട്ട് പാടുന്ന കണ്ടപ്പോൾ തന്നെ ഇക്കു എന്നോട് ചോദിച്ചു, നിനക്ക് എങ്ങനെ സാധിക്കുന്നു ഇത്രയും നാണം ഇല്ലാതിരുന്ന് ഇങ്ങനെ പാടാനായിട്ട്, നിനക്ക് എങ്ങനെ കഴിയുന്നു എന്ന്. നമ്മൾ പക്ഷേ എല്ലാവരുടെയും മധുരമായ ശബ്ദങ്ങളെല്ലാം പരസ്പരം കേട്ടിട്ടുള്ളതും നമ്മൾ സ്ഥിരം ഇങ്ങനെ പാടുന്നതും ആയതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ ഒരു നാണവും തോന്നിയില്ല. എനിക്ക് ഒട്ടുമേ തോന്നിയില്ല. അതുകൊണ്ട് ഒരു ചമ്മലും പിന്നെ നമ്മുടെ കുട്ടീസിൻ്റെ വക എനിക്ക് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഫോട്ടോ ഞാനിവിടെ ആഡ് ചെയ്യാവേ. പിന്നെ നമ്മുടെ ഡിന്നറായിരുന്നു നമ്മുടെ പാർട്ടി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഇത്താത്താസിലാണ്, നമ്മുടെ ഇവിടുത്തെ ഏറ്റവും നല്ലൊരു റെസ്റ്റോറൻ്റ് ആയതുകൊണ്ട് നമ്മൾ ഇത്താത്താസിലാണ് നമ്മളെല്ലാവർക്കും ഫുഡ് അറേഞ്ച് ചെയ്തത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.